42 ഇഞ്ച് ചെസ്റ്റ് വണ്ണമുള്ള ഒരാളുടെ കുർത്തയാണ് തയ്ക്കുന്നത്. അത് പ്രത്യേകിച്ച് വർക്കൊന്നും ഇല്ലാത്തതായതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള വേറൊരു പീസ് വെച്ച് നെക്കിനൊരു ഡിസൈൻ കൊടുക്കുവാണ്. നെക്കിനും കൈക്കുമായിട്ടൊരു ഡിസൈൻ കൊടുക്കാനാണ്. അല്ലാതെ പ്ലെയിൻ തുണി ആയതുകൊണ്ട് വർക്കൊന്നും ഇല്ല അതിൽ. സെൻറ്റർ നോക്കി വേണം വെക്കാനായിട്ട്. ഇങ്ങനെ വെട്ടിയതിന് ശേഷം ഒന്ന് കത്രികയ്ക്കൊന്ന് കുതച്ച് കൊടുക്കണേ. ഇങ്ങനെ ചെറിയ ചെറിയ ആ നൂല് മുറിഞ്ഞു പോകാത്ത രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. നെക്ക് തിരിച്ചിടുമ്പോൾ നല്ല ഫിനിഷിങ് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ ചുളുക്കം വരുവേ. ഇതിപ്പോൾ ചീത്ത വശത്ത് വെച്ചിട്ട് നല്ല വശത്തോട്ടാണ് നമ്മൾ ഈ തുണി മടക്കി ഇടുന്നത്. എന്നിട്ട് നെക്ക് കവർ ചെയ്ത് വരും. ഒന്ന് തേച്ച് കൊടുക്കണേ. ഒന്ന് അയൺ ചെയ്ത് ആ തുമ്പെല്ലാം മടക്കി കറക്റ്റ് ലെവലാക്കി ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് തയ്ക്കുവാണെങ്കിൽ നല്ല വൃത്തിയായിട്ടിരിക്കും. ഇതിപ്പോൾ ഞാൻ അയൺ ചെയ്തിട്ടുണ്ട്. ആ സൈഡിൽ കൂടെ ഒന്ന് പതിച്ചടിക്കണേ. അതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ മടക്കിക്കൊണ്ട് നെക്കിൻ്റെ അളവൊന്ന് നോക്കണേ. ഏറിയും കുറഞ്ഞ ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ ഇടുമ്പം അത് ശരിയാകത്തില്ല. ആ തള്ളി നിൽക്കുന്ന ഭാഗം ഉണ്ടെങ്കിൽ അതങ്ങ് വെട്ടിക്കളയണം. കട്ട് ചെയ്ത് ഒരേപോലെ മടക്കിയിട്ട് കട്ട് ചെയ്യണേ. കൈക്കുഴിയും കൂടെ ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കണേ, അല്ലെ ആ കൈക്കുഴിയുടെ അവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അതിന് ശേഷം ടക്ക് ഇടുന്നുണ്ട് ഞാനിതിന്. അത് മുകളിൽ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു 10 ഇഞ്ച് താത്ത് അടയാളപ്പെടുത്തണേ. എന്നിട്ട് അതിൻ്റെ വിഡ്ത്ത് ഒരു 8 ഇഞ്ചാണ്. ഇടുമ്പോഴത്തേക്ക് നല്ല ഷേപ്പിലിരിക്കും. ഞാൻ ഈ കൈക്കുഴിയുടെ അവിടെ നിന്ന് ഒരു ടക്ക് ഇടുന്നുണ്ട്. അപ്പം നല്ല കറക്റ്റ് പോയിൻ്റ് കിട്ടും. ബാക്കിലും ഇതുപോലെ തന്നെ നമ്മൾ ടക്ക് ഇടണേ. അതിന് ശേഷം അതിൻ്റെ ഒരു വേസ്റ്റ് പീസ് എടുത്ത് നെക്ക് അടിച്ച് മറിക്കാനായിട്ട്, ബാക്ക് നെക്ക് അടിച്ച് മറിക്കാനായിട്ട് അതിൻ്റെ അളവിൽ നമ്മൾ ഇങ്ങനെ വെട്ടിയെടുക്കണം. എന്നിട്ട് ചീത്തവശം വേണേൽ വെച്ച് കൊടുക്കാനായിട്ട്. ചീത്തവശം മുകളിൽ വരുന്ന പോലെ വെക്കണേ. ഇതുപോലെ നമ്മളൊന്ന് വെട്ടിട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ അത് തിരിഞ്ഞ് വരുമ്പോൾ നല്ല കറക്റ്റായിട്ടിരിക്കത്തില്ല നെക്ക്. ആ കട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ അടിച്ച ഇത് കട്ട് ചെയ്ത് പോകരുത്.
കട്ട് ചെയ്ത് പോകാത്ത രീതി വേണേ അത് വെട്ടിയെടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ സൈഡൊന്ന് അടിച്ചു കൊടുക്കണം, വേസ്റ്റ് തുണിയുടെ സൈഡ്. എന്നിട്ട് ഈ ബാക്ക് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് ഫ്രണ്ട് പീസിൻ്റെ ചീത്ത വശം മുകളിൽ വരുന്ന രീതിയിൽ ആ ഷോൾഡറിൻ്റെ അവിടെ വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്യണേ. അപ്പം അത് കവർ ചെയ്ത് വരും, ഈ തുമ്പ് വെളിയിലോട്ട് കാണത്തുമില്ല, നല്ല ഫിനിഷിങ് ആയിരിക്കും. ബാക്കിൽ ഒരടി അടിച്ചാൽ മതിയേ, ബാക്ക് നെക്കിൻ്റെ ഫ്രണ്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ അടിച്ചാൽ മതിയേ. ഈ കൈ എടുത്ത് കൈക്ക് നമ്മൾ നെക്കിന് വെച്ച പോലത്തെ പീസ് കൊണ്ടൊരു പടി വെച്ച് കൊടുക്കണേ. നെക്കിന് എന്ത് വെച്ചാൽ നമ്മളത് കയ്യെ ചെയ്തെങ്കിലേ അതിൻ്റെ ഭംഗി വരത്തുള്ളൂ. ഒരു ഇഞ്ച് വീതി വരുന്ന ഒരു പടി വെച്ചാൽ മതിയേ. രണ്ട് കൈക്കും ഇതിങ്ങനെ വെക്കുവാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻ്റ് ഇടണേ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻ്റ് ഇടണേ. കൈ ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കണേ ഫ്രണ്ട് വശം. എന്നിട്ട് കൈ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് വേണം അടിക്കാൻ. നമ്മൾ പഫ് സ്ലീവ് ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്തത് ഇങ്ങനെ സെൻറ്റർ വെച്ച് വേണം അടിക്കാൻ. അല്ലെങ്കിൽ അപ്പുറം ഇപ്പുറം ഒരേപോലെ വന്നില്ലെങ്കിൽ അത് ഇടുമ്പം ഒരു ഇത് കാണത്തില്ല, ഒരു ചുളുക്കം വരും ഇങ്ങനെ കൈക്ക്. ഇതാകുമ്പം കൈ നല്ല ഫിനിഷിങ് ആയിരിക്കും. കൈക്കുഴിയൊക്കെ കൈക്കുഴി ഇങ്ങനെ ചാടി കിടക്കും തുണി സെൻറ്റർ വെച്ചിട്ടില്ലെങ്കിൽ. കൈക്കുഴി കുഴിച്ചും വെട്ടി ആ സെൻറ്ററുമായിട്ട് വെക്കണം. അടുത്തതായിട്ട് കൈവണ്ണം ഇതിൻ്റെ ഒരു 11 ഇപ്പോൾ ഒരു 5.5 ഇഞ്ച് വെച്ച് അടിച്ചാൽ മതിയേ. ആ സ്ലിറ്റ് ഭാഗത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് നമ്മൾ കെട്ടിട്ട് നിർത്തണം, അല്ലാതെ അടിച്ച് അങ്ങോട്ടങ്ങ് ഇറക്കരുത്. അവിടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് തിരിച്ച് നമ്മൾ ഇങ്ങനെ അടിക്കണം, അല്ല സ്ലിറ്റ് അടിക്കാൻ പാടായിരിക്കുമേ. സ്ലിറ്റിൻ്റെ അവിടെ ആ ബോക്സ് രൂപത്തിൽ വരത്തില്ല, അന്നേരം ഒരു ബോക്സ് പോലെ അടിക്കണം സ്ലിറ്റിൻ്റെ അവിടെ ആയിട്ട്. ആ കൈക്കുഴിയുടെ 2 ചേർപ്പ് ഒരേപോലെ വരണേ, നമ്മൾ അങ്ങനെ വെച്ച് അടിക്കുമ്പോഴത്തേക്ക്. ഇവിടെ ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടാണ് ആ സ്ലിറ്റിൻ്റെ അവിടെ അടിച്ച് നിർത്തുന്നത്. ഇനി സ്ലിറ്റ് മടക്കണേ, അത് മടക്കുമ്പോൾ ഒരേ വീതിയിലായിരിക്കണേ 2 സൈഡും. ഇവിടെ വരുമ്പോൾ അതൊരു ബോക്സ് പോലെ അടിക്കണേ, അങ്ങോട്ടും ഇങ്ങോട്ടും അത് മടക്കി വെച്ച്.
അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു പതിച്ചടിക്കണേ. നമ്മളങ്ങനെ കൈ പുറകിലങ്ങനെ പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ ചുളുക്കമില്ലാതെ നല്ല സ്ട്രെയിറ്റായിട്ട് കിടക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ചുളുങ്ങി ചുളുങ്ങി കിടക്കും. അതിനെ ഒന്ന് വലിക്കരുത്. ഇങ്ങനെ ഒന്ന് കൈ കൊണ്ടൊന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിട്ട് സ്ലിറ്റ് കിടക്കും. ഇത് താഴ്വശമാണ്. താഴ്വശത്ത് ആ ബോർഡർ വെക്കാനാണ്. അപ്പം അങ്ങനെ വെക്കണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് വെക്കാഞ്ഞത്. കൈക്കും കഴുത്തിനും മാത്രം മതിയെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കുർത്തി ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ഇടണേ, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻ്റ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.